കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 1 കൊരിന്ത്യർ 11 അധ്യായം അതിൻ്റെ 32 വാക്യം. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. കർത്താവിൻ്റെ തിരുമേശയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു നിർത്തുന്ന ഭാഗത്ത് പരാമർശിച്ച അനുഗ്രഹീതമായ ഒരു ചിന്ത, നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്. അതിനകത്ത് നിന്ന് ആ ധ്വനി, ആ ചിന്ത നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത, കർത്താവിനെ അറിയാത്ത ഒരാൾ അനുഭവിക്കുന്ന ശിക്ഷാവിധിയിലേക്ക് കർത്താവിനെ അറിഞ്ഞ നമ്മളെ എന്ത് ചെയ്യത്തില്ല, കടത്തിവിടുകയില്ല. റോമാലേഖനത്തിൽ അത് കൃത്യം പറയുന്നുണ്ട്. ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല, അല്ലേ? ശ്രദ്ധിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാലശിക്ഷ കഴിക്കുകയാണ്. അപ്പോൾ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ ക്ലീൻ ആണ് എന്നുള്ളതല്ല, അല്ലേ? നമ്മൾ പെർഫെക്റ്റ് ക്ലീൻ ആണ്, ഇല്ലെങ്കിൽ പൂർണ്ണ വിശുദ്ധരാണ് എന്നുള്ളത് കൊണ്ടല്ല നമ്മൾ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? നമ്മൾ പെർഫെക്റ്റ്ലി ക്ലീൻ അല്ല, അല്ലേ? സ്തോത്രം. നമ്മൾ പലപ്പോഴും അശുദ്ധിയോ അല്ലെങ്കിൽ പാപത്തിൻ്റെയോ ചിന്തകളിലോ പ്രവർത്തികളിലോ സംസാരങ്ങളിലോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അതാണ് രക്ഷ എന്ന വിഷയത്തിനകത്ത് 3 കാലങ്ങളെ നമുക്ക് കാണാൻ കഴിയും. രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു, രക്ഷിക്കപ്പെടും എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂവേഷൻ പ്രോസസ്സാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെയോ ഇല്ലെങ്കിൽ നമ്മുടെ മരണം വരെയോ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നമ്മൾ ക്ലീൻഡ് ആകുന്നത്, എങ്ങനെയാണ് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാകുന്നു എന്ന ചോദ്യത്തിന് മറുപടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയുന്നത്. ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ നമ്മൾ അകപ്പെടാതിരിക്കേണ്ടതിന് നമ്മളെ അവൻ എന്ത് ചെയ്യും, ബാലശിക്ഷ കഴിക്കുകയാവുന്നു. എന്തുവാണ് ഈ ബാലശിക്ഷ എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ മക്കളെയൊക്കെ ഒരുപക്ഷെ അനുസരണക്കേടിലോ മറ്റെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അവർ കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ശിക്ഷിക്കാറുണ്ട്, അല്ലേ? പല തരത്തിലുള്ള ശിക്ഷണ നടപടികളുണ്ട്. ഈ വടിയെടുത്ത് അടി കൊടുക്കുന്നുണ്ട്, നല്ലതുപോലെ വഴക്ക് പറയാം, ഒക്കെ ചെയ്യാം, അല്ലേ? പല ശിക്ഷണ നടപടികളുണ്ട്. നമ്മുടെ തലമുറയെ സ്തോത്രം ശരിയാക്കുന്നതിന് വേണ്ടി, അവരുടെ സ്വഭാവമോ അവരുടെ ഭൗതിക രീതികൾക്കോ ക്രമീകരണം വരുത്തുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ശിക്ഷ ഒരിക്കലും അതവരുടെ അവസാനമല്ല, ഇല്ലെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടിയല്ല, അവരെ തകർക്കാൻ വേണ്ടിയല്ല നമ്മൾ ശിക്ഷിക്കുന്നത്. പകരം അവർ നേരെയാക്കി കൊണ്ടുവരാനാണ് നമ്മൾ ശിക്ഷിക്കുന്നത്. ആ ശിക്ഷയ്ക്ക് പറയുന്ന പേരാണ് ബാലശിക്ഷ. ചെറിയ ചെറിയ അസ്വസ്ഥതകളോ ചെറിയ അപകടങ്ങളോ അനർത്ഥങ്ങളോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് കർത്താവ് നമ്മളെ ബാലശിക്ഷ കഴിക്കുകയാണ്. എന്തിനാണ്? ലോകത്തോടുകൂടെ നമ്മൾ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്. പൗലൂസിന്റെ ജീവിതം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. സ്തോത്രം. പൗലൂസിന്റെ മേൽ ദൈവം അനുവദിച്ചൊരു ശൂലം കൊടുത്തിരുന്നുവെന്നുള്ളതാണ്, അല്ലേ? അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അതുണ്ടായിരുന്നു. എന്തിനാണ്? അതൊരു ടൈപ്പ് ഓഫ് ബാലശിക്ഷയാണ്. ഇങ്ങനെ ജീവിതത്തിൽ നേരിടുന്ന ചെറിയ അസ്വസ്ഥതകൾ, ചെറിയ ക്ലേശങ്ങൾ നിമിത്തം നമ്മൾ ഭാരപ്പെടരുത്. ദൈവരാജ്യത്തിൻ്റെ അവകാശിയാക്കി നമ്മളെ മാറ്റുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ബാലശിക്ഷ കഴിക്കുകയാണ്. അതുകൊണ്ട് അത് ബാലശിക്ഷകൾ കടന്നു വരുമ്പോൾ നമ്മുടെ അവസാനമല്ല, പകരം ദൈവത്തിങ്കിലുള്ള നമ്മുടെ പ്രത്യാശയും ദൈവത്തിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതിനും അത് കാരണമായി തീരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. കൂടെ ഇരിക്കണമേ കർത്താവ്. ബാലശിക്ഷയിലൂടെ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറുവാൻ സ്വർഗം അവിടെ നിന്ന് കൃപ ചെയ്താൽ സമസ്തവും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.